നമസ്കാരം. അമേരിക്ക മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും പിന്നാലെയുണ്ടായ രാജ്യാന്തര പ്രതികരണങ്ങളും ചർച്ചയാവുകയാണ്. ജർമ്മനിയുടെയും അമേരിക്കയുടെയും നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം നയം വ്യക്തമാക്കി. മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തെയും ആഭ്യന്തര കാര്യങ്ങളെയും മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥയെ വിളിച്ചുവരുത്തി ഇന്ത്യ വ്യക്തമാക്കി. അനാരോഗ്യകരമായ മുൻവിധികളും അനാവശ്യമായ അഭിപ്രായ പ്രകടനങ്ങളും ഒഴിവാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 48 മണിക്കൂറിനുള്ളിൽ സമാന രീതിയിൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിലും അമേരിക്കൻ പ്രതിനിധി മാത്യു മില്ലർ നിലപാട് ആവർത്തിച്ചു. സാഹചര്യം തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും മില്ലർ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ താക്കീതിന് പിന്നാലെ ഇന്ത്യ ശക്തമായ നീതിന്യായ വ്യവസ്ഥയുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ്. നിയമവാഴ്ചയെക്കുറിച്ച് ഇന്ത്യക്ക് ആരിൽ നിന്നും പാഠങ്ങൾ ആവശ്യമില്ലെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ പരാമർശം കൂടി വന്ന പശ്ചാത്തലത്തിലായിരുന്നു ഉപരാഷ്ട്രപതിയുടെ പ്രഖ്യാപനം. അസാധാരണമാണോ ഈ സാഹചര്യം? ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് എന്ത് കാര്യം? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കും ഈ വാരം ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. വാൾപോരിലാര്? ഇന്നത്തെ എന്റെ അതിഥികൾ: മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞൻ ടി പി ശ്രീനിവാസൻ, IT പ്രൊഫഷണലായ ഫെബി ഫെലിക്സ് മാത്യു, IT പ്രൊഫഷണലായ രാജീവ് ഭാസ്കർ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ ടി പി ശ്രീനിവാസനിലേക്കാണ്. അങ്ങേക്ക് ഈ അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വർഷങ്ങളുടെ പരിചയമുണ്ട്. അപ്പോൾ പല സാഹചര്യങ്ങളിലും അങ്ങ് പല ചർച്ചകളിലും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇതൊരു അസാധാരണ സാഹചര്യമായി തോന്നുന്നുണ്ടോ? ഇല്ല, ഒട്ടും അസാധാരണമല്ല. ഇതിന് മുമ്പും അമേരിക്കയും മറ്റു രാജ്യങ്ങളും നമ്മളുടെ ആഭ്യന്തര കാര്യങ്ങളെ പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നേച്ചർ അനുസരിച്ചായിരിക്കും നമ്മൾ പ്രതികരിക്കുക. ആഭ്യന്തര കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പൗരന്മാരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങൾ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കോ താല്പര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഉണ്ടല്ലോ ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പൊ അതുകൊണ്ട് ഇത് വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട്. അതിന്റെ ഡിപ്പെൻസ് ഓൺ അതിന്റെ സീരിയസ്നെസ് അനുസരിച്ചാണ്. ഡിപ്ലോമാറ്റ്സിനെ പുറത്താക്കിയിട്ടുണ്ട്, അവർ നമ്മളെ പുറത്താക്കിയിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. അത് അമേരിക്കയിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ ഇത് ഇത്തവണ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരേ പത്രപ്രവർത്തകൻ തന്നെ അമേരിക്കൻ ഫോറിൻ ഓഫീസിലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലും അതേസമയത്ത് UN ഹെഡ്ക്വാർട്ടറിലും ചോദ്യം ചോദിച്ച ഒരു പ്രത്യേകത ഇവിടെ കാണാൻ. ഒരേ റിപ്പോർട്ടറാണ് ആ ചോദ്യം ചോദിച്ചതെന്നുള്ളത് ശരിയാണ്. അപ്പോൾ അത് എങ്ങനെയാണത് വന്നത്? അത് ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് ആയിരുന്നോ അതോ മറ്റൊരാൾ ഇത് കൊണ്ടുവന്നത് കൊണ്ട് അവർ റിയാക്ട് ചെയ്തേ ഉള്ളൂ എന്നൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് ഡിപ്ലോമാറ്റിക് ആയിട്ട് പ്രതികരിക്കാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അവർ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം അവർക്ക് അമേരിക്കൻ നിയമങ്ങളിൽ ഇതുപോലെയുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ എവിടെ നടത്താനും അത് ഉയർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അമേരിക്കൻ കോൺഗ്രസിനുണ്ടല്ലോ. അവർ റിപ്പോർട്ടുകൾക്ക് എഴുതാറുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. അത് രണ്ടുപേരും അങ്ങോട്ട് സംസാരിച്ച് തീരുന്നതേ ഉള്ളൂ. നമുക്കറിയാം നമ്മൾ നിയമം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ജനറൽ ലോകത്ത് മുഴുവനും സമാധാനം അല്ലെങ്കിൽ മനുഷ്യ അവകാശ സ്തംഭനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അമേരിക്കയുടെ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷെ ജർമ്മനിയിൽ നിന്ന് ആദ്യമാണ് വന്നതെന്നുള്ളത് കുറച്ച് അതിശയിക്കുന്നതായിരുന്നു. പക്ഷെ പൊതുവെ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ ഇന്ത്യയിൽ ഡെമോക്രസി മോശമായിക്കൊണ്ടിരിക്കുന്നു എന്നൊരു അഭിപ്രായം കുറച്ച് വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മുടെ ഗ്രേഡ് ഡെമോക്രസിയുടെ ഗ്രേഡിങ് കുറച്ചു, ഹാഫ് ഡെമോക്രസി എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇതൊക്കെ പക്ഷേ ഒരു സാധാരണ അമേരിക്കയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അവരുടെ നിയമങ്ങളും അവരുടെ ആശയങ്ങളും ഒക്കെ കൊണ്ട് ചില കാര്യങ്ങളെ പറ്റി അവരും പറയാറുണ്ട്. പക്ഷെ അതൊരു വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇന്ത്യ അമേരിക്കൻ ബന്ധത്തിനൊന്നും ഇത് വിളിക്കാൻ സാധ്യതയില്ലതാണ്. ശരി. ശ്രീ ഫെബി ഫെലിക്സ് മാത്യു, ഇപ്പോൾ ഡോക്ടർ ടി പി ശ്രീനിവാസൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്ത്യ പഴയ ഇന്ത്യയല്ല, പഴയതുപോലെ ജനാധിപത്യത്തിന് കരുത്തു പോരാ എന്ന് പല പാശ്ചാത്യ രാജ്യങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഒരു വിശ്വാസത്തിൽ വന്ന ഒരു ചെറിയ കോട്ടം, അതായത് പഴയ വിശ്വാസമില്ല, അത് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനത്തിന് കാരണമായിട്ടുണ്ടോ? തീർച്ചയായും. ഇത് ശ്രീനിവാസ് സാറ് തുടങ്ങിയെടുത്തുനിന്ന് അതിന്റെ ബാക്കിയായിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഇത് ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും അധികം ആളുകളുള്ള ജനാധിപത്യ രാജ്യത്തിന് അവിടുത്തെ ജനാധിപത്യത്തിന് വരുന്ന ഒരു അപജയത്തെക്കുറിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാവരും ജനാധിപത്യ രാജ്യങ്ങളെല്ലാം കൺസേൺഡ് ആകുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്.
ഇപ്പം ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമേ പ്രതികരിച്ചുള്ളല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അതുപോലെ ഇന്ത്യയിൽ ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. ആ പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ഇതുവരെ CBI നടത്തിയ കുറ്റപത്രത്തിൽ ഒരു തെളിവുകളും ഇല്ല. ഈ PMLA എന്ന് പറയുന്ന ആ ആക്ട് വെച്ചിട്ട് ജയിലിലിട്ട് കഴിഞ്ഞാൽ ജാമ്യം കിട്ടാൻ വകുപ്പില്ലാത്ത രീതിയിലാണ് ആ ആക്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആ കാര്യത്തിൽ അമേരിക്ക കൺസേൺ ആവുന്ന, അമേരിക്ക മാത്രമല്ല ബാക്കി എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും ഇതിൽ കൺസേൺഡ് ആവണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ രാജീവ് ഭാസ്കർ, ഇപ്പോൾ ആദ്യത്തെ 2 അതിഥികളും പറഞ്ഞത് അങ്ങ് കേട്ട് കാണും. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ ശക്തി കുറയുന്നു, അല്ലെങ്കിൽ പഴയതുപോലെയുള്ള പൂർണ്ണമായ ജനാധിപത്യം ഇന്ത്യയിലില്ല എന്ന രീതിയിലുള്ള ആരോപണം പല കോണുകളിൽ നിന്ന് വരുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പല രാഷ്ട്രീയ പാർട്ടികളെയും അവരുടെ കരുത്ത് ചോർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പണ്ട് തന്നെ നമ്മൾ ഈ പല പ്രതിപക്ഷ പാർട്ടികളുടെയും ആരോപണത്തിൻ്റെ ഭാഗമായ പൊളിറ്റിക്കൽ വെൻഡേറ്റ, രാഷ്ട്രീയ വൈരത്തിൻ്റെ ഭാഗമായിട്ട് അരവിന്ദ് കെജ്രിവാൾ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു, വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടുന്നു, അതിനുശേഷം മറ്റു പാർട്ടികളുടെ അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യവൽക്കരിക്കുക എന്ന പ്രക്രിയയുടെ നേരെ വിപരീതമാണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇന്ത്യയെ ഒരു പ്രതിപക്ഷ മുക്തമാക്കുക എന്നൊരു അജണ്ട ഭരണകൂടത്തിനുണ്ട് എന്ന് പറയുന്നവരുണ്ട്. എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? വളരെ രസകരമായിട്ടുള്ളൊരു വാദമാണ്. ഇതൊരു ലോഡഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം വന്നത്. അതായത് ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാകുന്നു, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ശക്തി കുറയുന്നു, അല്ലെങ്കിൽ ജനാധിപത്യത്തിന് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് പറയാൻ പ്രേരകമാകുന്നത് 2 വർഷം 2 ടേം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഇതിനേക്കാളുപരി കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഭാരതത്തിൽ കാണാത്തക്ക വണ്ണം തന്നെ അതിശക്തമായിട്ടുള്ള ജനങ്ങളുടെ മാൻഡേറ്റ് വാങ്ങിക്കൊണ്ട് ഏകദേശം 300-400 സീറ്റുകളുടെ അടുത്ത് ഇപ്പോൾ വരുന്ന ഇലക്ഷനിലാണെങ്കിലും അഭിപ്രായ സർവേകൾക്ക് അനുസരിച്ച് ഏകദേശം 400 സീറ്റുകൾ, ഏകദേശം തോൽവി സമ്മതിച്ചതുപോലെ തന്നെയാണ് പ്രതിപക്ഷം അല്ലെങ്കിൽ എല്ലാവരും അത് വിലയിരുത്തുന്നത്. ആ ഒരു ശക്തമായിട്ട് ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ഒരു ജനത മുഴുവൻ ഒരു നേതാവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നേതാവിൻ്റെ കൂടെ അവരുടെ കൈ പിടിച്ച് വികസനത്തിലേക്ക് കുതിക്കുന്ന ഒരു കാഴ്ച എങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ ഡൗൺ ഗ്രേഡിങ് ആകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും ഒബ്ജക്റ്റീവായിട്ട്, സബ്ജക്റ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റീവായിട്ട് ജനാധിപത്യത്തിനെ ഡിഗ്രേഡ് ചെയ്ത ഏതെങ്കിലും എലമെന്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണോ നമ്മൾ പറയുന്നത് ജനാധിപത്യത്തിന് ശക്തി കുറഞ്ഞു എന്ന് പറയുന്നത്? അതല്ല. ഇന്ത്യയിലെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്, ഇതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി മുതലായ പാർട്ടികളുടെ അഴിമതി വളരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJPയുടെ ശ്രമമാണോ ഈ ജനാധിപത്യത്തിന് ശക്തി കുറച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇതിന് ഉപോത്ബലകമായിട്ടുള്ള ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റിലേക്ക് വന്ന ഉപോത്ബലകമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ തന്നെ നോക്കുക. ഏകദേശം അദ്ദേഹം ഭരണഘടന അനുസരിച്ച്, ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധനാണ്, പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനത്തിന്. വെറുമൊരു സാധാരണ ഒരു ആളല്ല, ഒരു പൗരൻ മാത്രമല്ല. അപ്പോൾ 9 പ്രാവശ്യവും നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി രാഷ്ട്രത്തിലെ, അത് നരേന്ദ്രമോദി ആണെങ്കിലും ശരി, അല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലും ശരി, ഇതല്ല വേറെ ഏതെങ്കിലും പാർട്ടി ആണെങ്കിലും ശരി, ആ ഒരു ഏജൻസി 9 പ്രാവശ്യവും വിളിച്ചു വരുത്തുമ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഹാജരാകാനും അദ്ദേഹത്തിൻ്റെ വാദങ്ങളും ആ ചോദ്യം ചെയ്യലിന് വിധേയനാകാനുള്ള എല്ലാവിധ ബാധ്യതകളുണ്ട്. ഓൺ ദ കോൺട്രറി, അദ്ദേഹം അഴിമതി നടത്തിയോ ഇല്ലയോ എന്നുള്ള വേറൊരു വിഷയമാണ്. ഈ 9 പ്രാവശ്യവും അദ്ദേഹം ടേൺ ഡൗൺ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശത്തിനോട് വിമുഖത കാണിച്ചു, തിരിഞ്ഞു നടന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിനെ ഒരു കുറ്റകരമാക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമായിട്ടാണ് നോക്കുന്നത്. ഇത്രയും നോക്കൂ, ഈ 9 മാസമായിട്ട് ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ മന്ത്രി മനോജ് സിസോദിയ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തന്നെ ജാമ്യം കൊടുത്തു. ഇതിനകത്ത് എവിടെയാണ് ജാമ്യം നിഷേധിച്ചത്? എവിടെയാണ് ജനാധിപത്യ ധ്വംസനം വന്നതെന്നുള്ള കാര്യത്തിൽ അതൊരു ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു പ്രജുഡിസോടുകൂടി, ഒരു മുൻവിധിയോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന വിദേശകാര്യങ്ങൾ. നേരത്തെ ശ്രീനിവാസൻ സാർ പറഞ്ഞു, അതൊരു സാധാരണ സംഭവമാണ്. എവിടെയൊക്കെ അമേരിക്ക ഒരു ലോക പോലീസാണെന്നുള്ള ഒരു ചട്ടക്കൂട്ടിലൊക്കെ എപ്പോഴും നിൽക്കാറുണ്ട്. അവരെപ്പോഴും എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. ചില സമയത്ത് അതിശയകരമായ രീതിയിൽ മൗനവും പാലിക്കാറുണ്ട്.
പറയാറുണ്ട്. അമേരിക്കൻ പൗരനായ ഖഗോഷിയെ കൊന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അമേരിക്ക ഒരു വാചകം പോലും പറഞ്ഞില്ല. ചില സമയത്ത് വളരെ സെലക്റ്റീവായിട്ടുള്ള പ്രെജുഡിസും സെലക്റ്റീവായിട്ടുള്ള റെസ്പോൺസുമാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഖാലിസ്ഥാൻ ഭീകരവാദിയായിട്ടുള്ള പന്യൻ പറയുകയാണ് ഞാൻ അവിടെ ഇത്രയും പൈസ, ഒരു ആരോപണം മാത്രമായിട്ട് നമുക്കതിന് എടുക്കാം എങ്കിൽ കൂടിയും കൊടുത്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കാനഡ, അമേരിക്ക പോലുള്ള ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഒരുപക്ഷെ അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടായിരിക്കാം. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ജർമ്മനി പ്രതികരിച്ചത് മാത്രമാണ് ഒരു ഇത്തിരി അതിശയകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് നോക്കിക്കാണേണ്ടത്. രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ ഊന്നി പറയാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഒരു കുറവും സംഭവിച്ചതായിട്ട് ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് തെളിയിക്കുവാനോ ഒരു കണക്കുകളോ നമ്മുടെ മുമ്പിലില്ല. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയും നിയമവ്യവസ്ഥയും അനുസരിക്കാത്ത ഒരു മുഖ്യമന്ത്രി, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം ജയിലിൽ അടയ്ക്കാനും അദ്ദേഹത്തിന് തന്നെ ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. ഇതൊക്കെ വളരെ പകൽ പോലെ വ്യക്തവും വളരെ ലോജിക്കലുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലെവിടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക്, ഇങ്ങനെ ഒരു ആർഗ്യുമെന്റിലേക്ക് പോകുന്നതെന്ന് ഇതേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശരി, ശ്രീ ടി പി ശ്രീനിവാസൻ, ഈ രാജ്യാന്തര വിഷയങ്ങൾ ഇന്ത്യക്ക് ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്, ചേരിചേരാ നയം. അപ്പോൾ പല രാജ്യാന്തര വിഷയങ്ങളിലും ആ നയം പിന്തുടരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇതുപോലെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇന്ത്യ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ ഈ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ അതൊരു ഇടപെടലാകും എന്ന് പറയുന്നവരുമുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? രണ്ടു തരത്തിലും പറയാമല്ലോ. കാരണം അമേരിക്കയിൽ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായി നടപടികൾ എടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും നമുക്ക് കണക്കുകൾ നോക്കാം. ജയിലിലാക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മൾ സംസാരിക്കാറില്ലല്ലോ. ഇത് അവരുടെ ഇന്റേണൽ മാറ്ററാണെന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. പട്ടാള വിപ്ലവം ഉണ്ടാകുന്ന സമയത്ത് പോലും അതൊരു മനുഷ്യാവകാശ ധ്വംസനമുള്ള അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. കൂവിൽ വന്ന് മിലിറ്ററി കൂവിൽ വന്ന് അധികാരത്തിൽ വരുന്ന രാജ്യങ്ങൾ അധികാരികളെ നമ്മൾ അംഗീകരിക്കാറാണ്. വളരെ ചില കേസുകളിൽ മാത്രമാണ് മാസീവ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ചില ഗവൺമെന്റ്, പോൾ പോട്ടിന്റെ ഗവൺമെന്റിനൊക്കെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു രാജ്യത്തിനും ഇതുപോലെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുള്ള അധികാരമില്ല, അതുണ്ടാകുകയും പാടില്ല. ഇത് തന്നെയാണ് ഒരു ജനാധിപത്യത്തിന്റെ ധ്വംസനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നതാണ് കുറച്ച് നാളായിട്ട്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അല്ല എന്നുള്ളതിന് അവർക്ക് പ്രൂഫൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ഉയർത്തി ഇന്ത്യൻ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നു. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ളതിൽ എനിക്ക് വലിയ അഭിപ്രായമുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ വോട്ടുകാർസ് ഒന്നും അമേരിക്ക ഇത് പറഞ്ഞതുകൊണ്ട് മാറി വോട്ട് ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതൊരു സ്റ്റോം ഇൻ എ ടീ കപ്പാണ്. ഈ ജനാധിപത്യ രാജ്യങ്ങൾക്ക്, വെസ്റ്റേൺ ജനാധിപത്യ രാജ്യങ്ങൾക്ക് അവർ തന്നെ കൊടുത്തിരിക്കുന്ന അധികാരമാണ് മറ്റു രാജ്യങ്ങളിലെ മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരായി അവർ സംസാരിക്കാറുണ്ട്. അത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്, അതിലൊക്കെ അത് വരാം. അതൊരു പ്രൊസീജിയറാണ്. പക്ഷെ അതിനെ ഒരു ഫണ്ടമെന്റലായിട്ട് നമ്മുടെ ഇന്റേണലുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതായിട്ട് നമുക്കൊരിക്കലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് നമ്മൾ തീർച്ചയായിട്ടും എതിർക്കുകയും എല്ലാ തരത്തിലുമുള്ള നിയമവിധേയമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇതുകൊണ്ടൊരു വലിയ പ്രശ്നമൊന്നും നമ്മുടെ തിരഞ്ഞെടുപ്പിനോ നമ്മുടെ ജനാധിപത്യത്തിനോ അമേരിക്കയുടെ ജനാധിപത്യത്തിനോ ഒന്നും ബാധിക്കുന്നില്ല. ഇതൊരു ഓൺ ദ സർഫസിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ്. അതിനത്ര മാത്രമേ പ്രാധാന്യമുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ ഫെബി ഫെലിക്സ്, ഉപരാഷ്ട്രപതിയുടെ ഒരു വാചകം ഞാൻ കോട്ട് ചെയ്യുകയാണെങ്കിൽ, റൂൾ ഓഫ് ലോ അഥവാ നിയമത്തിന് മുമ്പുള്ള സമത്വമാണ് ഇന്ത്യയിലെ പുതിയ മാനദണ്ഡം. അതായത് മുൻപ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമായിരുന്നെങ്കിൽ പോലും അത് ഇന്ത്യയിൽ നടപ്പാക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഈ റൂൾ ഓഫ് ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അത് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയാണെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും ഒരേപോലെ തന്നെ നിയമത്തിന് മുമ്പിൽ ട്രീറ്റ് ചെയ്യപ്പെടും എന്നത് ഇന്ത്യയുടെ പുതിയ മാനദണ്ഡമായി ഇവിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതെന്നാണ് ഉപരാഷ്ട്രപതി പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലാണോ കാര്യങ്ങളെ കാണുന്നത്? ആ രീതിയിലല്ല കാര്യങ്ങളെ കാണുന്നത്. സം ആർ മോർ ഈക്വൽ എന്ന് തന്നെയാണ് കാണുന്നത്. BJPക്ക് കുറച്ച് അധികം അവർ കുറച്ച് അധികം ഈക്വൽ ആണെന്നാണ് ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ഒരു പ്രശ്നമില്ല എന്ന് രാജീവ് ഇവിടെ പറയുന്നുണ്ടായിരുന്നു.
അപ്പൊ ഇവിടെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രശ്നം തന്നെ എടുക്കാം. നമ്മൾ അതിലാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പൊ CBI 15,000 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു. CBI സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഒരു സ്ഥലത്തും അരവിന്ദ് കെജ്രിവാളിന്റെ പേരില്ല. ഈ കേസ് തന്നെ എന്താണ്, കെജ്രിവാളിനെതിരായിട്ടുള്ള കേസ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഡൽഹി ഗവൺമെന്റ് ഒരു നയപരമായ ഒരു തീരുമാനമെടുത്തു. എന്താണ്, ഡൽഹിയിലെ ലിക്കർ ലൈസൻസുകൾ പ്രൈവറ്റൈസ് ചെയ്യണമെന്ന് തീരുമാനമെടുത്തു. എന്തുകൊണ്ടാണ് അവരെടുത്തത്? ഡൽഹിയിൽ റവന്യൂ കുറയുന്നത് കൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ നോയിഡയും ഉണ്ട്, ഗുർഗാവും ഉണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലും ആൽക്കഹോളിന് പൈസ കുറവായതുകൊണ്ട് ഡൽഹിയിലുള്ളവർ അവിടെ പോയിട്ട് ആൽക്കഹോൾ വാങ്ങിക്കുന്നത് കൊണ്ട് ഡൽഹിയിലെ ലിക്കറിന്റെ വരുമാനം ഭയങ്കരമായിട്ട് കുറയുന്നത് കൊണ്ട് അവരിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് എടുക്കുകയും ആദ്യത്തെ 6 മാസത്തിൽ അവർക്ക് റവന്യൂ കൂടുതൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ സമയത്താണ് അവിടുത്തെ അഡ്വക്കേറ്റ് ജനറൽ, അവിടുത്തെ ചീഫ് സെക്രട്ടറി ലഫ്റ്റനന്റ് ഗവർണറിന് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നതും ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇവർ അഴിമതി നടത്തുന്നത് കൊണ്ടാണ്, ഇവർക്ക് കിക്ക് ബാക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയും അവര് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ CBI നടത്തിയ അന്വേഷണത്തിൽ ഒരു സ്ഥലത്തും കെജ്രിവാളിനെ ഇല്ല. ഇതുവരെ 1.5 വർഷമായിട്ട് അന്വേഷിച്ചിട്ട് ഒരു മണി ട്രയൽ കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. പൈസ ക്യാഷ് ആയിട്ടോ ഇലക്ട്രോണിക് ആയിട്ടോ ആപ്പിന് എവിടെയെങ്കിലും പൈസ കിട്ടിയതായിട്ട് ഒരു പ്രൂഫ് ഇവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ സമയത്താണ് ഇവര് നമ്മുടെ അരവിന്ദ് ഫാർമയുടെ റെഡ്ഡിയുടെ മോനെ അറസ്റ്റ് ചെയ്ത് 8 തവണ ചോദ്യം ചെയ്ത സമയത്തും ആം ആദ്മിയുടെ പേര് പറയുകയോ പൈസ കൊടുത്തെന്നോ പറയുകയോ ചെയ്തിട്ടില്ല. ലാസ്റ്റ് 9ാമത്തെ തവണ 8 തവണ ചോദ്യം ചെയ്തു. 9ാമത്തെ തവണ മകനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴത്തേക്കും അരവിന്ദ് ഫാർമയുടെ ഓണർ പറഞ്ഞു, ഓക്കെ, അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് പൈസ കൊടുത്തു എന്ന് പറയുകയും ചെയ്തു. അതിന്റെ കൂടെ തന്നെ ആ സമയത്താണ് അവർ 5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചത്. മകൻ ജയിലിലായപ്പോഴത്തേക്ക് ഇലക്ട്രൽ ബോണ്ട് മേടിക്കുകയും ചെയ്തു, മൊഴി മാറ്റി പറയുകയും ചെയ്തു ആം ആദ്മിയുടെ പേര്. അതുപോലെ തന്നെ കെ കവിതയെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ സൗത്ത് ഗ്യാങ് എന്ന് പറയുന്ന ഇവർ പറയപ്പെടുന്ന ഇപ്പൊ കെ കവിത അടക്കമുള്ള ചന്ദ്രശേഖർ റാവുവിന്റെ മോളെ അറസ്റ്റ് ചെയ്തു. ഇവരൊരു കൺസോർഷ്യമായിട്ട് ഇവരവിടെ ലിക്കർ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ കെജ്രിവാളിനെ കണ്ടെന്നുള്ള സത്യമാണ്. അത് കെജ്രിവാൾ അംഗീകരിച്ച കാര്യമാണ്. അദ്ദേഹത്തെ വന്ന് കണ്ടു, അപ്പൊ അവർക്ക് ബിഡ് ചെയ്യാന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അപ്പം ഇതിപ്പോ CBI അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ചെയിൻ വഴി അല്ല, ഹവാല വഴി ഗോവയില് ഇവർക്ക് ആം ആദ്മിക്ക് ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും പറയാൻ, ഹവാല വഴി പൈസ കൊടുത്തു. ഒരു ട്രയലും ഇല്ല, ഒരു പ്രൂഫും ഇല്ല. ഇതുപോലെ രാജീവിടെ ഒരു കാര്യം പറഞ്ഞു, മനീഷ് സിസോദിയയെ സുപ്രീം കോടതി പുറത്തു വിട്ടുന്നിട്ടില്ല. ഇത് ഇപ്പോഴും പുള്ളി ജയിലിൽ തന്നെ കിടക്കുവാണ്. പുള്ളി ഇതുവരെ പുറത്തു വന്നിട്ടില്ല, 1 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. അതുപോലെ എനിക്കും തോന്നുന്നില്ല അരവിന്ദ് കെജ്രിവാളിന് ഒരിക്കലും ജാമ്യം കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം PMLA ആക്ട് അങ്ങനെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോടതികൾക്കും ആ ആക്ടിനകത്ത് നമുക്ക് ജാമ്യം കൊടുക്കാൻ പറ്റത്തേ ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിവിടം കൊണ്ട് അവസാനിക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ടാണ് അപ്പൊ നമ്മളിപ്പോ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ആം ആദ്മിയെ ടാർഗറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യയിൽ ഓർഗാനിക് ആയിട്ട് വളർച്ച ഉണ്ടായിട്ടുള്ള ഏക രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. BJPക്ക് ഓർഗാനിക് ആയിട്ട് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഓർഗാനിക് ആയ ഗ്രോത്ത് എന്ന് പറഞ്ഞത്. അപ്പം അവര് ഡൽഹിയിൽ വന്നു, അധികാരത്തിൽ വന്നു. ഇപ്പം അവർക്ക് 70-ൽ 62 സീറ്റുണ്ട്. അത് കഴിഞ്ഞ് പഞ്ചാബിൽ അധികാരത്തിൽ വന്നു. അപ്പോഴും BJP ഓക്കെ ആയിരുന്നു. പക്ഷെ ഗുജറാത്തിലെത്തിയപ്പോഴത്തേക്കുമാണ് പ്രശ്നമായി. ഇപ്പൊ അവർക്ക് 5 സീറ്റ് കിട്ടി. ഗുജറാത്തിൽ 13% വോട്ട് കിട്ടിയപ്പോഴത്തേക്കുമാണ് അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെജ്രിവാൾ പറയുന്ന രാഷ്ട്രീയവും BJP പറയുന്ന രാഷ്ട്രീയവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇവർക്ക് ഇവരുടെ ഹിന്ദുത്വം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവര് രാമിനെ പറയുമ്പോഴത്തേക്കും കെജ്രിവാൾ ഹനുമാൻ ചാലീസ് ചൊല്ലുന്നു. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും CAA കെജ്രിവാൾ സപ്പോർട്ട് ചെയ്തു, രാം ടെമ്പിളിനെ സപ്പോർട്ട് ചെയ്തു, ആർട്ടിക്കിൾ 370 സപ്പോർട്ട് ചെയ്തു. ഷൈൻബാഗ് പ്രശ്നം ഉണ്ടായ സമയത്ത് പുള്ളി അങ്ങോട്ട് പോയില്ല ഒരു കാര്യത്തിലും. പുള്ളിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് BJP പറയുന്ന രാഷ്ട്രീയം തന്നെയാണ്. അപ്പൊ അവരുടെ റെഗുലർ ആയിട്ടുള്ള ആന്റി ഹിന്ദുക്കളാണ് എന്ന് പറയുന്ന രാഷ്ട്രീയം കെജ്രിവാളിനെതിരെ വർക്കാവുന്നില്ല. അപ്പൊ അവരിപ്പോ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നെന്ന് പറഞ്ഞാൽ കെജ്രിവാളിനെയും സിസോദിയെയും അകത്തിട്ടു. ഇനിയിപ്പോ അവിടെ മെയിൻ നേതാക്കളായിരുന്നു തന്നെ ഇപ്പൊ പുതിയതായിട്ട് കഴിഞ്ഞ കൊല്ലം വന്ന ആളുകളൊക്കെ തന്നെയുള്ളൂ. അപ്പൊ ഇവരുടെ പാർട്ടി മൊത്തമായിട്ട് ഇവര് ഒന്നിച്ചിങ്ങോട്ട് BJP ആക്കാനുള്ള ശ്രമമായിരിക്കും. ഇപ്പൊ ഒരാഴ്ച മുമ്പ് തന്നെ, കഴിഞ്ഞ ആഴ്ചയാണ് പഞ്ചാബിൽ ഉണ്ടായിരുന്ന ഏക MP BJPയിൽ ചേർന്ന് കഴിഞ്ഞു. അപ്പം അതാണ് അവര് ശ്രമിക്കുന്നത്. അപ്പൊ അവർക്ക് പ്രതിപക്ഷം ഇല്ലാത്ത ഒരു ഇന്ത്യ,
അതാണ് അവർക്ക് വേണ്ടത്. ശ്രീ രാജീവ് ഭാസ്കർ, ഇപ്പോൾ ശ്രീ ഫെബി പറഞ്ഞ വാദങ്ങളൊക്കെ അങ്ങ് കേട്ടിട്ടുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള EDയുടെ ഒരു ശുഷ്കാന്തി, കേസന്വേഷണത്തിലെ ഒരു ജാഗ്രത, അതിൻ്റെ ഒരു വേഗത, ഇതൊക്കെ പ്രതിപക്ഷമുക്ത ഭാരതം എന്ന നീക്കത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു തുടക്കമാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണം. അതോടൊപ്പം തന്നെ ശ്രീ ഫെബി ഫെലിക്സ് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി കൂടി പറയാം. തീർച്ചയായിട്ടും ഫെബി പറഞ്ഞതിൻ്റെ ഒരു കറക്ഷൻ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മനീഷ് സിസോദിയ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. അദ്ദേഹത്തെ വിട്ടു എന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയ വേളയിൽ 338 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളുന്നതിനോടൊപ്പം തന്നെ. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വാദങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം 2 കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന് ഫെബിക്കുള്ള മറുപടിയും, ഒന്ന് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ എന്തിനാണ് ഇത്രയും ശുഷ്കാന്തി കാണിച്ചത്. ആ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ശുഷ്കാന്തിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 5-6 മാസങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അരവിന്ദ് കെജ്രിവാളിന് ഹാജരാകാൻ വേണ്ടി അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിരുന്നതാണ്. അപ്പോൾ നിരന്തരമായിട്ട് ഈ നോട്ടീസിനെ തള്ളിക്കളയുകയും ഈ പറയുന്ന ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിലും അദ്ദേഹം തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയിലും വിശ്വാസം എനിക്കില്ല എന്ന് പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് ഇത് തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോയ ഈ 9 പ്രാവശ്യവും അദ്ദേഹം ടേൺ ചെയ്ത് പോയിട്ട് ഈ തെരഞ്ഞെടുപ്പിലും അനുസരിച്ച് ഈ ഒരു അറസ്റ്റ് നാടകം അദ്ദേഹമാണ് ആ ടൈമിംഗ് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഇലക്ഷന് മുമ്പ് തന്നെ ഹാജരാകേണ്ടിയിരുന്നതും ഈ പ്രോസസ്സിലേക്ക് കടക്കേണ്ടിയിരുന്നതുമായൊരു സംഭവം ഇലക്ഷൻ വരെ എത്തിച്ചത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. അപ്പോൾ ഇലക്ഷനോട് അടുത്ത് കഴിഞ്ഞപ്പോൾ ശുഷ്കാന്തി എന്ന് പറയുന്നത് അത് അരവിന്ദ് കെജ്രിവാളിനാണ് ശുഷ്കാന്തി ഉണ്ടായത്, EDക്കല്ല ആ ശുഷ്കാന്തി ഉണ്ടായത്. പിന്നെ രണ്ടാമത്തത്, അദ്ദേഹം ഈ കേസിന്റെ മെറിറ്റിലേക്ക് വന്നു. ഈ മെറിറ്റിലേക്ക് വരുമ്പോൾ ഇത് ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോൾ ഏത് ഇൻവെസ്റ്റിഗേഷൻ ആയാലും ശരി, ഒന്നാമത്തെ ബാധ്യത ഒരു പൗരെന്നുള്ള നിലയിൽ ED വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ CBI വിളിക്കുമ്പോൾ, ഏത് അന്വേഷണ ഏജൻസി വിളിച്ചാലും അതിൻ്റെ മുമ്പിൽ ഹാജരായി തങ്ങളുടെ വാദങ്ങൾ എന്താണ് പറയാനുള്ളതെന്ന് ചെയ്യുകയാണ്. ആ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം ഒരു മുഖ്യമന്ത്രി, ഒരു സാധാരണ പൗരനോ, ഒരു തഗ്ഗോ, ഒരു കൊള്ളക്കാരനോ, ചമ്പൽ കൊള്ളക്കാരനോ പോലീസിന്റെ മുമ്പിൽ ഹാജരായില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും മോറലായിട്ടാണ്. പക്ഷെ ഒരു മുഖ്യമന്ത്രി വരില്ല എന്ന് എനിക്കിവിടെ വിശ്വാസമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് അതിന് ആ ഒരു കുറ്റം തന്നെ വളരെ അദ്ദേഹത്തെ ഒരു പടി മുന്നേക്ക് നിർത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഡൽഹി ലിക്കർ പോളിസി ഫോം ചെയ്യുന്ന സമയത്ത് ഡൽഹിയിലെ സർക്കാർ ഭാഗത്ത് മാറ്റിയിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാൻ നേരത്ത് 70 വർഷമായിട്ട് ലിക്കർ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന മങ്കുണ്ട ശ്രീനിവാസ റെഡ്ഡിയും ശരത് റെഡ്ഡിയും കവിത റെഡ്ഡിയും ഒക്കെ കൂടെ വന്നിട്ട് അവർക്കും ഇതിനു വേണ്ടി വരുന്നുണ്ട്. അവര് വേണ്ടി വന്നിട്ട് നോക്കൂ, അതിനകത്ത് ഒരു കുപ്പി ബിയറിന് $50 എക്സ്ട്രാ കൊടുക്കാമെന്ന് പറയുകയും 5% കൊടുക്കുന്നതിന് പകരം 12% കൊടുക്കാം എന്ന് പറയുന്നു. ഇതൊന്നും ക്യാബിനറ്റ് രേഖകളിലോ ഇതൊന്നും ക്യാബിനറ്റ് ഡിസിഷനോ ഇല്ലാതെ നടപ്പിലാക്കി. ഒരു രേഖ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനമെടുത്തതിൻ്റെ ക്യാബിനറ്റ് മിഷൻ്റെ ഒരു തീരുമാനം എടുത്തതിൻ്റെ രേഖകളില്ല. ഇതൊന്നും ഇല്ലാതെ ഇരുന്നിട്ട് പോലും ഈ തീരുമാനങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു. അതൊരു പ്രൊസീജിയർ ലാപ്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഈ പറയുന്ന ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ട്, ഇത്രയും വലിയ മദ്യകുംഭകോണം നടന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ക്യാബിനറ്റിന് തലവൻ അരവിന്ദ് കെജ്രിവാൾ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ട്രൈമാഫേസി പോലും നമുക്കതിനെ വിശ്വസിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഒന്ന് നോക്കൂ, 10-15-20 വർഷങ്ങൾക്ക് മുമ്പ് 2G അഴിമതിയും നിർഭയ കേസും എന്നൊക്കെ പറഞ്ഞിട്ട് അഴിമതിക്കെതിരെ ചൂലുമെടുത്ത്, ഇപ്പോഴും ചൂല് തന്നെയാണ് അവരുടെ ഇത്. ഞാൻ അഴിമതിക്കെതിരെ രംഗത്ത് വരുമെന്ന് പറഞ്ഞ കെജ്രിവാൾ തന്നെയാണ് ഈ ഒരു വലിയൊരു അഴിമതിയുടെ മുമ്പിൽ, ഈ അഴിമതിക്ക് ഇതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല, ഈ ED കെട്ടിച്ചമച്ച് എന്തുകൊണ്ട് കോടതിയിൽ കേജ്രിവാളിന് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ സിസോദിയക്ക് എന്തുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ സാമാന്യ ജനങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു ഡെവലപ്പിംഗ് എൻക്വയറിയാണ്. എത്ര പൈസയാണ്, എവിടെയാണ് കൊടുത്തത്, എവിടെയാണ് ട്രെയിലിൽ, സുപ്രീം കോടതി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 337 കോടി രൂപയുടെ ട്രെയിൽ അവിടെ കാണുന്നുണ്ട് എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ മാസമാണ് നിരീക്ഷിച്ചത്. അപ്പോൾ ഈ ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു കൺക്ലൂഷൻ, കെജ്രിവാൾ നിഷ്കളങ്കനാണ്, അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല, ഈ പൈസയൊന്നുമില്ല, തെളിവുകളൊന്നുമില്ല എന്ന് പറയാനായിട്ട് പൂർണ്ണമായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും കഴിയില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരു കൺക്ലൂഷൻ എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൺക്ലൂഷനോട് യോജിക്കാനോ വിയോജിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇനി വേറൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ അഴിമതിക്കെതിരെ, കെജ്രിവാളിൻ്റെ അഴിമതിക്കെതിരെ 2023 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആദ്യം
പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്തിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത് ഇമ്മീഡിയറ്റ് റെസിഗ്നേഷൻ ഓഫ് അരവിന്ദ് കെജ്രിവാൾ വി നീഡ് എന്നാണ് കോൺഗ്രസിന്റെ പ്രസ് റിലീസ് പറയുന്നത്. രാഹുൽ ഗാന്ധിയും ഈ ഇന്ത്യ അലയൻസ് ഒക്കെ ഇപ്പോൾ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പ് ഈ കുംഭകോണത്തിൽ വലിയ അഴിമതിയാണ്, അരവിന്ദ് കെജ്രിവാളിന്റെ ഉടനടിയുള്ള രാജിയാണ് വേണ്ടത് എന്ന് പറഞ്ഞതാണ്. കെജ്രിവാളിന്റെയും സത്യേന്ദ്രയുടെയും ഗോവയിലെ പൈസയും ഒക്കെ വളരെ കോൺഗ്രസ് പറഞ്ഞു. അപ്പൊ നോക്കൂ, കേവലം EDയോ BJPയോ മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും ഒക്കെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വന്നു, മസാല ബോണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇതൊക്കെ, ഈ ബോണ്ടുകളൊക്കെ ആരെത്ര പൈസ കൊടുത്തു എന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് തന്നെ BJP അത് ലീഗലൈസ് ചെയ്തുകൊണ്ടാണ്. ഇതിനു മുമ്പ് 70 വർഷങ്ങളായിട്ട് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ആർക്കൊക്കെ കൊടുത്തു നമുക്ക് അറിയാൻ പോലും പറ്റില്ല. അതോടെ പറയാൻ അവസാനിപ്പിക്കുക. ശരി, എന്തായാലും തെരഞ്ഞെടുപ്പുമായി ഒരു ബന്ധവും മസാല ബോണ്ടിനില്ല. അതുപോലെ തന്നെ അങ്ങ് അമേരിക്കയിൽ നിന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഡോളർ എന്നൊരു പരാമർശം കറൻസിയുടെ കാര്യത്തിൽ നടത്തി. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ മറ്റു രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നുണ്ടോ, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടോ? അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് കേസുകൾ എടുത്ത് ഇന്ത്യയെ പ്രതിപക്ഷമുക്ത രാജ്യമാക്കി മാറ്റാനൊരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളിലാണ് അതിഥികൾ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. വളരെ നന്ദി ശ്രീ TP ശ്രീനിവാസൻ, ശ്രീ ഫെബി ഫെലിക്സ് ആൻഡ് ശ്രീ രാജീവ് ഭാസ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.